CCTV വാർത്തകളിലേക്ക് സ്വാഗതം. ആഗമന സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ മോറോൻമോർ ഇഗ്നാത്തിയോസ് അപ്രൈം ദ്വിതീയൻ പാത്രിയാർക്കീസ് ബാവ ക്രിസ്മസ് പുതുവത്സര ആശംസകൾ നേർന്നു. യേശുക്രിസ്തു പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവമാണെന്നും അദ്ദേഹം പ്രതികരിച്ചു. ഇരുളടഞ്ഞ ലോകത്തിലേക്ക് പ്രകാശമായിട്ടാണ് യേശുവിന്റെ ജനനം. ലോകത്തിന്റെ പാപങ്ങളെ നീക്കം ചെയ്യാനും മനുഷ്യവർഗത്തിന് പ്രത്യാശ നൽകാനുമാണ് ദൈവം മനുഷ്യനായി അവതരിച്ചത്. കഷ്ടതകളിലൂടെ കടന്നുപോകുന്നവർക്കും പ്രത്യാശ നഷ്ടപ്പെട്ടവർക്കും കർത്താവിന്റെ ജനനം ഒരു വലിയ ആശ്വാസമാണ്. ആ ദൈവിക വെളിച്ചം നിങ്ങളുടെ ജീവിതത്തിലും കുടുംബത്തിലും എപ്പോഴും പ്രകാശിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതായും ഏവർക്കും സന്തോഷകരമായ ക്രിസ്മസും അനുഗ്രഹീതമായ പുതുവർഷവും ആശംസിക്കുന്നതായും ബാവ പറഞ്ഞു. The feast of the Nativity of our Lord reminds us in the depths of our hearts that God is close to our humanity. In a weary world thirsting for peace, His light shines anew, bearing true hope that is born in the hearts that are open to receive it. In the silence of the night and the simplicity of the manger, God proclaimed His love, making the Nativity an inexhaustible fountain of hope and the light that shines upon earth. May God bless you all through the intercession of our Holy Mother, the Virgin Mary, and all the saints. We wish you all a very Merry Christmas and a Happy New Year. ഗുരുവായൂർ KSRTC ബസ് സ്റ്റാൻഡിൽ അയ്യപ്പ ഭക്തർക്ക് സൗജന്യമായി ശരണകേന്ദ്രം നിർമ്മിച്ചു നൽകിയ പാലയൂർ സ്വദേശി സജി ആൻഡോയെ ആദരിച്ചു. യൂണിറ്റ് ഓഫീസർ TK സന്തോഷ് പൊന്നാട അണിയിച്ചു. കൺട്രോളിംഗ് ഇൻസ്പെക്ടർ AJ സജിത്ത്, അസിസ്റ്റന്റ് എഞ്ചിനീയർ KK നിബു, TK പ്രഹ്ലാദൻ തുടങ്ങിയവർ സംസാരിച്ചു. വർഷങ്ങളായി സ്വകാര്യ സ്ഥാപനമാണ് KSRTC സ്റ്റാൻഡിൽ അയ്യപ്പ ഭക്തർക്ക് ശരണകേന്ദ്രം നിർമ്മിച്ചു നൽകിയിരുന്നത്. ഇത്തവണ ഇവർ ഇതിന് തയ്യാറാകാത്തതിനെ തുടർന്ന് ശബരിമല യാത്രക്കാരായ അയ്യപ്പന്മാർക്ക് വിരിവെക്കാൻ സൗകര്യമില്ലാത്ത അവസ്ഥയിലായിരുന്നു. ഇതേ തുടർന്നാണ് സജി ശരണകേന്ദ്രം നിർമ്മിച്ചു നൽകിയത്. കുന്നംകുളത്തെ സീനിയർ ഫോട്ടോഗ്രാഫർ ബിമോന്റെ പിതാവ് കുന്നംകുളം പടിഞ്ഞാറങ്ങാടി പുലിക്കോട്ടിൽ വീട്ടിൽ EU കുട്ടിയുടെ സംസ്കാരം നടത്തി. 83 വയസ്സായിരുന്നു. ആർത്താറ്റ് സെന്റ് മേരീസ് കത്തീഡ്രൽ സെമിത്തേരിയിലായിരുന്നു സംസ്കാരം. സംസ്കാര ശുശ്രൂഷയ്ക്ക് ഓർത്തഡോക്സ് സഭ കുന്നംകുളം ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രോപൊലീത്ത, ഫാദർ ജോൺ ഉറുമ്പിൽ കോർ എപ്പിസ്കോപ്പ, ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ വികാരി ഫാദർ VM സാമുവേൽ, തെക്കേ അങ്ങാടി സെന്റ് മത്യാസ് പള്ളി വികാരി ഫാദർ ഗീവർഗീസ് തോലത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. സില്ലാമണി ഭാര്യയാണ്, ബേണി മറ്റൊരു മകനാണ്. സുനിത CCTV സീനിയർ വിഷ്വൽ എഡിറ്റർ പിന്നു എന്നിവർ മരുമക്കളാണ്. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ കുന്നംകുളം ഏരിയ ചൊവ്വന്നൂർ യൂണിറ്റ് കൺവെൻഷൻ കുന്നംകുളം ഇട്ടിവാണി കല്യാണ മണ്ഡപത്തിൽ ചേർന്നു. സംഘടനയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം ജലജ രവീന്ദ്രൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് CR രാധ അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് സെക്രട്ടറി ബിന്ദു രവീന്ദ്രൻ, യൂണിറ്റ് ട്രഷറർ ബിന്ദു സതീഷ്, ഏരിയ സെക്രട്ടറി ഹേമ ബാലചന്ദ്രൻ എന്നിവർ റിപ്പോർട്ടുകൾ അവതരിപ്പിച്ചു. ഏരിയ പ്രസിഡന്റ് മണികണ്ഠൻ, ഏരിയ ട്രഷറർ നാരായണൻ എന്നിവർ സംസാരിച്ചു. ത്രിതല മുനിസിപ്പൽ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചവരെ പൊന്നാടയണിയിച്ച് അനുമോദിച്ചു. രമ്യ പ്രമേയം അവതരിപ്പിച്ചു. സ്മിത അനുശോചനം രേഖപ്പെടുത്തി. യോഗത്തിന് PD ലിസി സ്വാഗതവും ശ്രീരേഖ നന്ദിയും പറഞ്ഞു. ക്രിസ്മസുമായി ബന്ധപ്പെട്ട ഐതിഹാസിക വ്യക്തിയാണ് സെന്റ് നിക്കോളാസ് എന്ന സാന്റാക്ലോസ് ക്രിസ്മസ് പാപ്പ. ക്രിസ്തുമസിനായി 8 അടി വലിപ്പത്തിൽ പാപ്പയെ നിർമ്മിച്ച് സ്നേഹത്തിന്റെ സന്ദേശം മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയാണ് ശില്പി വേലൂർ ജോൺസൺ. ക്രിസ്മസിന് ഓരോ വർഷവും പുതുമയുള്ള ശില്പങ്ങളാണ് ജോൽസൺ നിർമ്മിക്കാറുള്ളത്. കാർട്ടൂണിസ്റ്റായ തോമസ് നാസ്റ്റ് വരച്ച തോളിൽ സഞ്ചിയുമായി വരുന്ന സാന്താക്ലോസിനെയാണ് ഈ വർഷം നിർമ്മിച്ചിട്ടുള്ളത്. ചുവന്ന കോട്ടും വെളുത്ത കോളറും കഫും ചുവന്ന ട്രൗസറും കറുത്ത തുകൽ ബെൽറ്റും ബൂട്ടും ധരിച്ച് തടിച്ച് വെള്ളത്താടിയുള്ള സന്തോഷവാനായ പാപ്പയാണ് നിർമ്മിച്ചത്. പ്ലാസ്റ്റർ ഓഫ് പാരീസും ഫൈബർ ഗ്ലാസും തുണിയും ഉപയോഗിച്ചാണ് ശില്പം തയ്യാറാക്കിയത്. ഒരു കൈയിൽ സ്വർണ്ണ നിറത്തിലുള്ള ദണ്ടും മറുകൈയിൽ സമ്മാനപ്പൊതികളുമായി വരുന്ന സാന്താക്ലോസിന്റെ ശില്പമാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ബിരുദാനന്തര ബിരുദമുണ്ടെങ്കിലും ശില്പനിർമ്മാണത്തെ അഭിമാനമായി കരുതുന്ന യുവശില്പിയാണ് ജോൽസൺ വേലൂർ. ഇത് ആദ്യം റഫായിട്ട് അതിൻ്റെ ഒരു ഫിഗർ നമ്മൾ പ്ലാസ്റ്റർ പെരിസിലെ തുണിയും പ്ലാസ്റ്റർ പെരിസും ഉപയോഗിച്ച് തയ്യാറാക്കി, പിന്നെ അതിൻ്റെ താടി മുടി എന്നിവ നമ്മൾ സെപ്പറേറ്റ് ഫിക്സ് ചെയ്ത്, പിന്നെ അതിന് ശേഷമാണ് നമ്മൾ ഇതിൻ്റെ ഫിനിഷിങ്ങും പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള പാപ്പയെ നമ്മൾ ചെയ്തിരിക്കുന്നത്. കൈമുതലായി കിട്ടിയ പിതാവിന്റെ കലാവാസന എത്രയും തന്റെ ശില്പങ്ങൾക്ക് നൽകിക്കൊണ്ടാണ്
വേലൂരിന്റെ ശില്പജാലകത്തിലേക്ക് നിരവധി ക്രിയാത്മകമായ ശില്പങ്ങൾ നിർമ്മിച്ചുകൊണ്ട് പ്രവേശിക്കുന്നത്. പ്രശസ്ത ശില്പിയായിരുന്ന കാലടി സർവകലാശാല മുൻ അധ്യാപകനുമായിരുന്ന ജോൺസൺ വേലൂരാണ് ഗുരു. വേലൂർ ഗവൺമെന്റ് ഹൈസ്കൂളിലെ 2010 സ്ഥാപിച്ച ഗാന്ധി ശില്പ നിർമ്മാണത്തിലും 2016 തൃശൂർ രാമവർമ്മപുരം വിജ്ഞാൻ സാഗർ തൃശൂർ ജില്ലാ പഞ്ചായത്ത് കുട്ടികളുടെ സയൻസ് മ്യൂസിയത്തിൽ സ്ഥാപിച്ച അബ്ദുൽ കലാമിന്റെ ശില്പത്തിലും 2017 വേലൂർ പഴയങ്ങാടി ദേവാലയ അർണോസ് സ്മാരക ഹാളിന്റെ ചുമരിൽ നിർമ്മിച്ച അർണോസ് ചുമർ ശില്പത്തിലും പിതാവിനൊപ്പം ശില്പനിർമ്മാണത്തിൽ സഹായിയായി. വിവിധ രൂപത്തിലും ഭാവത്തിലുമുള്ള മാതാവ്, പിയാത്ത, യേശുക്രിസ്തു, തിരുകുടുംബം, ബുദ്ധൻ, അന്ത്യത്താഴം, ക്രിസ്തുവിന്റെ മലയിലെ പ്രസംഗം, തിരുഹൃദയം തുടങ്ങിയ ചുമർ ശില്പങ്ങൾ, റിലീഫ് വർക്കുകൾ തുടങ്ങി നിരവധി ശില്പങ്ങളാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഏറെ പ്രശസ്തരുള്ള വേലൂരിന്റെ ശില്പനിർമ്മാണ ഭൂമികയിൽ ശില്പങ്ങളുടെ നിർമ്മാണ ഘടനയിലെ ചാരുത കൊണ്ടാണ് ശ്രദ്ധേയമാകുന്നത്. മഞ്ഞുപെയ്യുന്ന രാവിൽ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും കാരുണ്യത്തിന്റെയും സന്ദേശവുമായാണ് പുൽക്കൂട്ടിൽ ഉണ്ണിയേശു പിറന്നത്. മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങൾ പ്രഭചൊരിയുമ്പോൾ മാലാഖമാരുടെ ഗാനാലാപനം ക്രിസ്മസ് ദിനത്തെ സംഗീതസാന്ദ്രമാക്കും. ക്രിസ്മസ് ദിനത്തിൽ CCTVയിലും മാലാഖമാർ എത്തുകയാണ്. രാവിലെ 9:30 CCTV കരോൾ നൈറ്റ്, 10:30 കുന്നംകുളം YMCA കരോൾ നൈറ്റും ഉച്ചയ്ക്ക് 12 മണിക്ക് കുന്നംകുളം CSI ചർച്ച് കരോൾ നൈറ്റും തെക്കേ അങ്ങാടി അമ്പലംപള്ളി കരോൾ നൈറ്റ് ഉച്ചയ്ക്ക് 1 മണിക്കും സംപ്രേഷണം ചെയ്യും. ക്രിസ്തുമസ് എത്തി, നാടാകെ ആഘോഷത്തിമർപ്പിലാണ്. ക്രിസ്തുമസ് കരോളും റോഡ് ഷോയും സമ്മാന വിതരണവും തുടങ്ങി കളർഫുള്ളായ ആഘോഷാരവങ്ങളുടെ ദിവസങ്ങളാണിനി. വിവിധയിടങ്ങളിൽ നടന്ന ക്രിസ്തുമസ് കാഴ്ചകളിലേക്ക്. പഴഞ്ഞി മാർബസേലിയോ സ്കൂളിൽ സാന്താക്ലോസ് ഓൺ വീൽസ്, ടാബ്ലോ, സാന്താറാലി, കരോൾ ഗാനങ്ങൾ, വിദ്യാർത്ഥികളുടെ മറ്റ് കലാപരിപാടികൾ എന്നിവ ആഘോഷത്തിന് മാറ്റുകൂട്ടി. സ്കൂൾ മാനേജർ ഫാദർ ജോൺ ഐസക് ക്രിസ്മസ് ആഘോഷം ഉദ്ഘാടനം ചെയ്തു. സഹവികാരി ഫാദർ ആന്റണി പൗലോസ് ക്രിസ്മസ് സന്ദേശം നൽകി. വാർഡ് മെമ്പർ ജിൻസി സജു മുഖ്യാതിഥിയായി. പള്ളി ട്രസ്റ്റി സാംസൺ എസ് പുലിക്കോട്ടിൽ, സെക്രട്ടറി ജെയ്സൺ ചീരൻ, പ്രധാനാധ്യാപകൻ ജെയ്ബ്ലസ് ജോർജ്, PTA വൈസ് പ്രസിഡന്റ് സോണി സക്കറിയ, MPTA പ്രസിഡന്റ് ജുബി സജു എന്നിവർ സംസാരിച്ചു. സ്നേഹവിരുന്നും ഒരുക്കിയിരുന്നു. പഴഞ്ഞി ഇമ്മാനുവൽ മാർത്തോമ ഇടവകയുടെ ക്രിസ്മസ് കരോൾ സർവീസ് ദേവാലയത്തിൽ നടന്നു. ഇടവക വികാരി അനു ഉമ്മൻ നേതൃത്വം നൽകി. കണ്ണാറ പീച്ചി മാർത്തോമ പള്ളി വികാരി സാം ടി മാത്യു ക്രിസ്മസ് സന്ദേശം നൽകി. ഇടവകയിലെ എല്ലാ സംഘടനകളും ഒരുമിച്ച് നേതൃത്വം നൽകിയ സർവീസിൽ ഇടവക അംഗങ്ങളുടെ സജീവ പങ്കാളിത്തവും യേശുക്രിസ്തുവിന്റെ ജനനത്തെ ഓർമ്മിപ്പിക്കുന്ന വിവിധ പരിപാടികളും നടത്തി. പെങ്ങാമുക്ക് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പഴയ പള്ളിയിലെ മോർ യാക്കോബ് മഫസ്കോ യൂത്ത് അസോസിയേഷന്റെ നേതൃത്വത്തിൽ മെഗാ ക്രിസ്മസ് റോഡ് ഷോ സാന്താ ബീറ്റ്സ് നടത്തി. മാലാഖമാർ ഉണ്ണിയേശുവിന്റെ ജനനത്തെ അനുസ്മരിച്ച് പുൽക്കൂടിന്റെ നിശ്ചല ദൃശ്യം, ബലൂണുകളേന്തി വിശ്വാസികൾ, ക്രിസ്മസ് കാവടി, അലങ്കരിച്ച രഥം, വാദ്യമേളം എന്നിവ റാലി വർണ്ണാഭമാക്കി. പള്ളിവികാരി ഫാദർ ബേസിൽ കൊല്ലാർമാലി, യൂത്ത് സെക്രട്ടറി റൈവിൻ വിറ്റി, വൈസ് പ്രസിഡന്റ് ബിനു പി ബാബു, ജോയിന്റ് സെക്രട്ടറിമാരായ സുവിൻ KS, സൈബി സജോയ്, ട്രഷറർ ആരോൺ PJ തുടങ്ങിയവർ നേതൃത്വം നൽകി. ചാലിശ്ശേരി SCUP സ്കൂളിൽ ക്രിസ്മസ് ആഘോഷം വർണ്ണാഭമായി. ഗ്രാമപഞ്ചായത്ത് അംഗം ആനി വിനു ഉദ്ഘാടനം ചെയ്തു. കോർപ്പറേറ്റ് മാനേജർ ഫാദർ വർഗീസ് വാഴപ്പള്ളി അധ്യക്ഷനായി. സഭാ പരമാധ്യക്ഷൻ സിറിൽ മാർ ബസേലിയോസ് മെത്രാപ്പൊലീത്ത മുഖ്യാതിഥിയായി ക്രിസ്മസ് സന്ദേശം നൽകി. സഭാ വൈദിക ട്രസ്റ്റി ഫാദർ തോമസ് കുര്യൻ, ആത്മീയ ട്രസ്റ്റി ഗീവർ മാണി പനക്കൽ, സഭാ സെക്രട്ടറി ബിനോയ് പി മാത്യു, എഡ്യൂക്കേഷണൽ ബോർഡ് അംഗം P രാജു, PTA പ്രസിഡന്റ് റഹിയാനത്ത് PA, MPTA പ്രസിഡന്റ് റൈഹാനത്ത് VV, CRC കോർഡിനേറ്റർ ശാലിനി, സ്റ്റാഫ് പ്രതിനിധി മിനി VK എന്നിവർ സംസാരിച്ചു. ഗുരുവായൂർ മദർ തെരേസ കാരുണ്യസ്പർശത്തിന്റെ ആഭിമുഖ്യത്തിൽ ക്രിസ്മസ് സ്നേഹസംഗമം സംഘടിപ്പിച്ചു. ഗുരുവായൂർ ACP C പ്രേമാനന്ദകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് CA മാർട്ടിൻ അധ്യക്ഷത വഹിച്ചു. ജോർജ് പോൾ നീലങ്കാവിൽ, PP വർഗീസ്, MK നാരായണൻ നമ്പൂതിരി, അനിൽകുമാർ കലാറ്റ്, ജോസ് ചക്രമാക്കിൽ തുടങ്ങിയവർ സംസാരിച്ചു. എയാൽ നിർമ്മലമാതാ സ്കൂളിന്റെ സിൽവർ ജൂബിലി ലൂമോറ പ്രകാശത്തിന്റെ 25 വർഷങ്ങൾ എന്ന പേരിൽ ആഘോഷിച്ചു. തൃശൂർ സഹായമെത്രാൻ മാർട്ടോണി നിലങ്കാവിൽ ഉദ്ഘാടനം ചെയ്തു. നിർമ്മൽ റാണി പ്രൊവിൻഷ്യൽ തൃശൂർ മാനേജറും പ്രൊവിൻഷ്യൽ സുപ്പീരിയറുമായ ഡോക്ടർ സിസ്റ്റർ മെർസിറ്റ കണ്ണമ്പുഴ അധ്യക്ഷത വഹിച്ചു. പ്രശസ്ത പിന്നണി ഗായകൻ ഉണ്ണി മേനോൻ മുഖ്യാതിഥിയായി. എയാൽ സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് പള്ളി വികാരി ഡോക്ടർ ഫാദർ ഷാൻഡോ തലക്കോട്ടൂർ അനുഗ്രഹ പ്രഭാഷണം നടത്തി. മുൻ ഉപഡ് വിദ്യാഭ്യാസ ഡയറക്ടർ AK അജിതകുമാരി, എരുമപ്പെട്ടി SI AP ആഷിഫ്, വാർഡ് മെമ്പർ PA ഉണ്ണികൃഷ്ണൻ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. വിദ്യാർത്ഥികളുടെ നൃത്തം, സംഗീതം, നാടകം തുടങ്ങിയ സാംസ്കാരിക പരിപാടികൾ ആഘോഷത്തിന് നിറം നൽകി.
കണ്ടാണശ്ശേരി കുടുംബാരോഗ്യ കേന്ദ്രത്തിന് മുന്നിൽ അലക്ഷ്യമായി മാലിന്യം വലിച്ചെറിഞ്ഞ നിലയിൽ കണ്ടെത്തി. ദുർഗന്ധവും പുഴുവരിക്കുന്നതുമായ ഭക്ഷണാവശിഷ്ടങ്ങളും പച്ചക്കറി പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ചാക്കിൽ കെട്ടിയാണ് 12ാം വാർഡിൽ കുടുംബാരോഗ്യ കേന്ദ്രം ബസ് സ്റ്റോപ്പിനോട് ചേർന്നുള്ള കാനയിൽ നിക്ഷേപിച്ചിട്ടുള്ളത്. മറ്റം സെന്ററിൽ ഗേൾസ് ഹൈസ്കൂളിനടുത്ത് പ്രവർത്തിക്കുന്ന ചിക്കൻ സെന്ററിലെയും സമീപത്തുള്ള സ്ഥാപനത്തിലെയും മാലിന്യങ്ങളാണ് അതിഥി തൊഴിലാളികൾ പൊതുയിടത്തിൽ നിക്ഷേപിച്ചതെന്ന് കണ്ടെത്തി. സ്ഥാപന ഉടമയെ വിളിച്ചുവരുത്തി മാലിന്യം പൂർണ്ണമായും എടുത്തുമാറ്റി പഞ്ചായത്തിൽ പിഴ അടയ്ക്കുന്നതിന് നിർദ്ദേശം നൽകി. ഇവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിനുള്ള റിപ്പോർട്ട് പഞ്ചായത്ത് സെക്രട്ടറിക്ക് നൽകുമെന്ന് ഹെൽത്ത് ഇൻസ്പെക്ടർ NF ജോസഫ് അറിയിച്ചു. മെഡിക്കൽ ഓഫീസറും പൊതുജനാരോഗ്യ വിഭാഗം മേധാവിയുമായ ഡോക്ടർ KP സിന്ധയുടെ നേതൃത്വത്തിൽ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ബിഞ്ചു ജേക്കബ്സി, VL ബിജു, ആശാപ്രവർത്തക കോമളം ശിവദാസൻ എന്നിവർ പരിശോധനയിൽ പങ്കെടുത്തു. പൊന്നിയൂർകുളം ചെറായി കോച്ചമ്പാടി സുബ്രഹ്മണ്യ ഭഗവതി ക്ഷേത്രത്തിലെ അയ്യപ്പൻ വിളക്ക് ആഘോഷിച്ചു. വിളക്കാഘോഷത്തിന്റെ ഭാഗമായി രാവിലെ ഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ, അന്നദാനം എന്നിവ ഉണ്ടായിരുന്നു. വൈകിട്ട് 6-ന് ആറന്നൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്ന് താലം, ഉടുക്കുപാട്ട് എന്നിവയുടെ അകമ്പടിയോടെ പാലക്കൊമ്പ് എഴുന്നള്ളിപ്പും തുടർന്ന് ഭജന, പന്തലിൽ പാട്ട്, പുലർച്ചെ പാൽക്കുടം എഴുന്നള്ളിപ്പ്, വെട്ട്, തട എന്നിവയും ഉണ്ടായിരുന്നു. ചടങ്ങുകൾക്ക് ഇയാൽ രാമചന്ദ്രൻ ഗുരുസ്വാമി കാർമ്മികനായി. സഹസ്രദീപം, ഭജന, ഭിക്ഷ എന്നിവയും ഉണ്ടായിരുന്നു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 12,705 രൂപ, പവന് 1,01,640 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 230 രൂപ. ചരമം: പട്ടിത്തടം പുലിക്കോട്ടിൽ ഇട്ടിക്കുരു മകൻ കുഞ്ഞുമോൻ നിര്യാതനായി. 73 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് വൈകിട്ട് 3 മണിക്ക് കാട്ടകമ്പാൽ മാർ ഇഗ്നാത്തിയോസ് ഓർത്തഡോക്സ് പള്ളി സെമിത്തേരിയിൽ നടത്തും. സുബി, സുരഭി എന്നിവർ മക്കളാണ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.